ജീവാത്മാ പരമാത്മാ ഐക്യം എന്നുള്ള ഒരു സങ്കല്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുക്തി, മോക്ഷം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് നിങ്ങളെ എത്തിക്കുക. അത് എത്താൻ നമുക്ക് കുറച്ച് എത്താൻ പ്രയാസമുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ പ്രയാസമൊന്നുമില്ല, സത്യത്തിൽ പ്രയാസമുള്ളൊരു കാര്യമല്ല. അപ്പോൾ എന്താ ഇന്നത്തെ പ്രശ്നം? നമുക്ക് ഈ രണ്ട് മനസ്സിൻ്റെ അവസ്ഥകളെ ആസ്വദിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? ചിത്തവൃത്തികൾ. മനസ്സ് ഈ പ്രാപഞ്ചിക വിഷയവുമായിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് അല്ലേ. നമ്മൾ കാണുന്ന ഈ 5 ഇന്ദ്രിയങ്ങളാണ്. ഏകാഗ്രം, ഒരഗ്രമല്ല നമുക്കുള്ളത്, 5 അഗ്രങ്ങളാണ്. കാരണം എന്താ? കണ്ണിൻ്റെ അഗ്രം, മൂക്കിൻ്റെ അഗ്രം, നാവിൻ്റെ അഗ്രം, ചെവിയുടെ അഗ്രം, തൊക്കിൻ്റെ അഗ്രം, ഇങ്ങനെ ഈ 5 അഗ്രങ്ങളിലൂടി ഒരു 500 സ്ഥലത്തേക്കാണ് പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. കലങ്ങിയ വെള്ളത്തിലേക്ക് നോക്കിയാൽ നമുക്ക് അതിൻ്റെ അടിത്തട്ട് കാണണമെങ്കിൽ ആ ചെളി അടിയണ്ടേ? ചെളി അടിഞ്ഞാൽ അടിത്തട്ട് കാണാം. അതുകൊണ്ട് നമുക്ക് കലങ്ങി നിൽക്കുന്ന വെള്ളത്തിനടിയിൽ അടിത്തട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അതിനടിയുണ്ട്. നമുക്ക് വ്യക്തമായിട്ടും കാണാൻ പറ്റുന്ന അടിത്തട്ടുണ്ട്. എന്ത് വേണം? ഇളക്കം ഒന്ന് നിൽക്കണം, അത്രയേ ഉള്ളൂ. ഇതാണ് പതഞ്ജലി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എന്ത്? ചിത്തവൃത്തി നിരോധത്തിലൂടെ നിങ്ങൾക്ക് സമാധിയെ പ്രാപിക്കാം. അനായാസമാണ്, വളരെ സിമ്പിളായിട്ടാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മുടെ ആചാര്യന്മാരും പൂർവ്വകാലഘട്ടത്തിലെ ഓരോ ഗ്രഹങ്ങളിലുമുള്ള വ്യക്തികളും എന്ത് ചെയ്തിരുന്നു? ഈ അവസ്ഥയെ പ്രാപിച്ചിരുന്നവരാണ്. ഈ ഞാനെന്ന് പറയുന്ന സ്വരൂപത്തെ കണ്ട് നിങ്ങൾ നാദാനുസന്ധാനത്തിലൂടെ സമാധിയെ പ്രാപിക്കുമ്പോൾ പിന്നെ നിങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഈ പുറത്ത് കാണുന്നതെല്ലാം ഞാനാണെന്ന് തോന്നും. ഇപ്പോൾ അകത്ത് മാത്രമേ ഞാനാണെന്ന് തോന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ തൂണിലും തുരുമ്പിലും ഇരിക്കുന്നത് ആരാണ്? ഒരേ ഈശ്വരനാണ് എന്ന് തോന്നും. ഞാനും നിങ്ങളും ഈ കാണായ പ്രകൃതിയുമെല്ലാം എന്ത് തന്നെയാണ്? ഒന്നിൻ്റെ തന്നെ വിവിധ രൂപങ്ങളാണെന്ന് മനസ്സിലായി ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണെന്ത്? സമാധി എന്ന് പറയുന്നത്. യോഗം അതിനുള്ളൊരു മാർഗമാണ് യോഗം. ഇവിടെ ഈ കേന്ദ്രം നമുക്ക് ഈ മാർഗത്തിൽ, ഈ രീതിയിൽ, ഈ പറഞ്ഞ ആചാര്യന്മാർ പറഞ്ഞു വെച്ച 1, 2, 3, 4 എന്ന് പറയുന്ന ഈ രീതിയിൽ നമ്മളെ ഈ അവസ്ഥയിലേക്ക് നമ്മുടെ തന്നെ സ്വരൂപത്തെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മെ സഹായിക്കുന്ന ഒരു മാർഗമായി കാണുകയും അതിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നിരന്തരം അതിനെ അധ്യയനം ചെയ്യുക.